ഹായ് സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മളൊരു പുതിയൊരു യൂണിറ്റ് തുടങ്ങണം. യൂണിറ്റിന്റെ പേരാണ് എന്ത്? റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റേഷൻ. സോ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞതിൽ നമ്മൾ ക്യാൻസൽ ചെയ്യാത്ത നമ്മൾ വെറുതെ ക്യാൻസൽ ചെയ്തതാണ് നമ്മൾ ഷെയർസ്. ഒരിക്കലുമല്ല, അവരേക്കൊന്ന് എന്തെങ്കിലും ഡിഫാൾട്ട് വന്നതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അവർ പൈസ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഫ്രോഡ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ഫോർഫിറ്റ് ചെയ്യും. അങ്ങനെ ഫോർഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമുക്കത് വേണമെങ്കിൽ വീണ്ടും ഇഷ്യൂ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫോർഫീച്ചർ ആയിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? കമ്പനീസ് ആക്ട് പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്, അതേപോലെ നമുക്ക് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിക്കോ. യു ഹാവ് ലേൺഡ്, നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വായിക്കാം. കമ്പനി മണി ഈസ് ഇൻസ്റ്റാൾമെന്റ്. യു ഹാവ് ഓൾസോ ലേൺ ദ ഷെയർ ഹോൾഡേഴ്സ് ടു പേ ദ അലോട്ട്മെന്റ് ഓർ കമ്പനി ഫോർഫീച്ചർ ഷെയർസ്. അല്ലെ, അലോട്ട്മെന്റ് പൈസയോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ ഏതെങ്കിലും ഒന്ന് പേ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും? ഫോർഫീറ്റ് ചെയ്യും. ഫോർഫീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യും. ഇഫ് ഷെയർസ് ആർ പൂച്ചഡ് മെമ്പർഷിപ്പ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ക്യാൻസൽഡ്, എന്ത് ചെയ്യും? ആ ഷെയർസ് ആരാണ് മേടിച്ചത് അവരുടെ മെമ്പർഷിപ്പ്, കമ്പനിയിലുള്ള മെമ്പർഷിപ്പ് എന്ത് ചെയ്യും? ക്യാൻസൽ ആവുമെന്ന് പറയും. ഓക്കെ, അതിന് ഷെയർസ് ബിക്കം ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. അത് കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറും ചെയ്യും. ഇനി അത് ആരുടെ പ്രോപ്പർട്ടിയാണ്? കമ്പനിക്ക് അതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഷെയർസ് ഇഷ്യൂ ചെയ്യാം. Therefore the company have an option of the selling the ആ ഷെയർസ് തിരിച്ചു വന്നില്ലേ, ഇപ്പൊ ആരുടെ പ്രോപ്പർട്ടിയാ? കമ്പനിയുടെ പ്രോപ്പർട്ടി. കമ്പനിക്ക് വീണ്ടും ഇഷ്യൂ ചെയ്യും. റിസൾട്ട് ഓഫ് ഷെയർ കാൾഡ് റീഇഷ്യൂ. അപ്പൊ വീണ്ടും ആ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഷെയർസിനെ വീണ്ടും നമ്മുടെ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത്? റീ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഓക്കെ, അല്ലെങ്കിൽ ഫോർഫീച്ചേഴ്സിന്റെ റീ ഇഷ്യൂ. എന്താണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് റീഇഷ്യൂ ഓഫ് ഷെയർസ്. റീഇഷ്യൂ ഓഫ് ഷെയർസ് എങ്ങനെയാണ് അത്, എന്താ പറയുക, അതിന്റെ മീനിങ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് റീഇഷ്യൂ ചെയ്യുന്നത്? സ്റ്റേറ്റ് ദ മിനിമം പ്രൈസ് അറ്റ് വാട്ട് വിച്ച് കമ്പനി ക്യാൻ റീഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർ. സോ ഏത് മിനിമം പ്രൈസ് എന്താണ് അറ്റ് വിച്ച് കമ്പനിയാണ് റീഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് ആർക്ക്? ഓക്കെ, ഗിവ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് റീഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ ഡിഫറെന്റ് പല സിറ്റുവേഷനിൽ നമ്മൾ ഈ റീഇഷ്യൂവിന്റെ എൻട്രീസ് അല്ലെങ്കിൽ റീഇഷ്യൂവിനെ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വഴി നമ്മൾ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഫസ്റ്റ്, റീഇഷ്യൂ ഓഫ് ഷെയർസ് മീനിങ് ആൻഡ് റീഇഷ്യൂ ഓഫ് ഡേറ്റ്. ഓക്കെ, റീഇഷ്യൂ ഓഫ് ഷെയർസ് എന്താ നമ്മൾ ആൾറെഡി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് നമ്മൾ വീണ്ടും പബ്ലിക്കിലോട്ട് കൊടുക്കുന്നതിനാണ് റീഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. The board of has forfeited shares, defaulting the shareholders asked to return share certificate. അപ്പോൾ നമ്മൾ ആ ഷെയർ സർട്ടിഫിക്കറ്റ് തന്നെ, ഇപ്പോൾ നിങ്ങൾ ഒരു 1000 ഷെയർസ് നിങ്ങളിപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ ആ ഷെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പുതിയ ആരാണോ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസൊല്യൂഷൻ അലോട്ട് ദ ഫോർഫീറ്റഡ് ഷെയർസ് ഇൻ പർച്ചേസ്, അവരെന്ത് ചെയ്യും? വോട്ട് ഇട്ടിട്ട് തീരുമാനിക്കും ഇതിന് വീണ്ടും റീഇഷ്യൂ ചെയ്യണോ, എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് പ്രൊസീഡിങ്സ് ചെയ്യും. ദ റീഇഷ്യൂ ഓഫ് ഷെയർസ്, ദ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് നോർ ഫോർ എനി അതർ മെയ്ഡ് ദ ജനറൽ പബ്ലിക്കിന് എന്തിനും അതിന്റെ പ്രോസ്പെക്ടസ് കൊടുക്കും. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഞാൻ പറഞ്ഞതായിരുന്നു. എന്തായിരുന്നു? ആ കമ്പനിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസിന് പ്രോസ്പെക്ടസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? റീഇഷ്യൂ ചെയ്യും. The maximum possible discount at the time of reissue of shares is a certain different situation of the following. അപ്പോൾ ഇങ്ങനെ നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് പറയാൻ, റീഇഷ്യൂ നമ്മൾ സാധാരണ കമ്പനി എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതാണ്? നമ്മൾ പല ഘട്ടങ്ങളിലായിട്ടാണ് പൈസ കൊടുക്കുന്നത്. ഫസ്റ്റ് അപ്ലിക്കേഷൻ മണി വരുന്നു, പിന്നെ അലോട്ട്മെന്റ് മണി വരുന്നു, പിന്നെ ഫസ്റ്റ് കോൾ വരുന്നു, പിന്നെ സെക്കൻഡ് കോൾ വരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലായിരുന്നു ഷെയറിന്റെ എമൗണ്ട് നമ്മൾ മേടിച്ചെടുക്കുന്നത്. പക്ഷേ ഇനി ഈ ഒരു കേസിൽ നമ്മൾ ഷെയർസ് നമ്മൾ തിരിച്ചു മേടിക്കുമ്പോൾ നമ്മൾ ഒരൊറ്റ എമൗണ്ട് സിംഗിൾ ട്രാൻസാക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും റീഇഷ്യൂ. നമ്മൾ സെക്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മളൊരു അക്കൗണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിന്? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. അവിടെ നമ്മൾ പേ ചെയ്തിട്ടുള്ള എമൗണ്ട് അത് ആക്ച്വലി നമ്മുടെ ലാഭമാണ്. കാരണം ഷെയർ കൊടുക്കില്ല, നമുക്ക് വെറുതെ പൈസ കിട്ടുകയും ചെയ്യും. സോ ആക്ച്വലി നമ്മുടെ പ്രോഫിറ്റ് അല്ല, ഒരു ഇൻകം പോലെയാണ്. അത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫോർഫീച്ചർ അക്കൗണ്ടിലോട്ട് പേ ചെയ്തിട്ട് എമൗണ്ട്. അപ്പോൾ
ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർഫൈറ്റ് ചെയ്യാം. വേണമെങ്കിൽ നോക്കിക്കോ, റീഇഷ്യൂ അറ്റ് പ്രീമിയം അറ്റ് പാർ പ്രീമിയം. റീഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഒന്നെങ്കിൽ പാറിന് റീഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രീമിയത്തിന് റീഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് റീഇഷ്യൂ ചെയ്യാം, കമ്പനിയുടെ ഇഷ്ടം. ജനറലി ഷെയർസ് ആർ റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. സാധാരണ നമ്മൾ റീഇഷ്യൂ ചെയ്യാറ് ഡിസ്കൗണ്ടിനാണ്. The price less than the nominal value, the discount allowed at the time reissue of no case should be more than amount of forfeited such shares. Okay. ഇനി ഷെയർസ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാർ. നമ്മൾ ഒറിജിനൽ ആയിട്ട് ഇഷ്യൂ ചെയ്തത് when the shares are generally originally issued at par, the maximum permissible discount of reissue of shares equal to the amount of forfeited shares. നോക്കിക്കോ, ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തോന്നിയതുപോലെ ചെയ്യണം. നമ്മൾ ഒരു ഷെയർ 100 രൂപയുടെ ഷെയർസ് നമ്മളിത് പാറിനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പാറിനെന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്കാണ് നമ്മൾ ഇത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ കൊടുത്തത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഒരു നമുക്കൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ, ഫോർഫീച്ചേഴ്സ് അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. അതായത് അയാൾ ചിലപ്പോൾ അപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നമ്മൾ സെക്യൂരിറ്റി അക്കൗണ്ടിൽ എത്ര വെച്ചാൽ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ മാക്സിമം പെർമിസിബിൾ ഡിസ്കൗണ്ട്, എത്ര ഡിസ്കൗണ്ട് പെർമിസ് ആയിട്ടുള്ളത് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, എത്രയാണ് ഷെയറിന് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പറ്റുക ഡിസ്കൗണ്ട് ആയിട്ട്? ഇഷ്യൂ ഷെയർസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഫോർഫീച്ചർ ഷെയർ. എത്രയാണോ നമുക്ക് ഫോർഫീച്ചർ ആയിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഇഷ്യൂവിന് ശേഷം ഫസ്റ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, ആ എമൗണ്ട് മാത്രമേ ഡിസ്കൗണ്ട് ആയിട്ട് വീണ്ടും റീഇഷ്യൂവിന് കൊടുക്കണം. അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കണം. ഇനി വെൻ, അപ്പോൾ മനസ്സിലായോ? സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് ഷെയർസ് 100 രൂപയുടെ ഷെയർസ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇഷ്യൂ ചെയ്തു. നമ്മളത് കുറച്ച് ഇപ്പോൾ ക്യാൻസൽ ചെയ്തപ്പോൾ നമ്മൾ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പെയ്ഡ് എമൗണ്ട്, ഷെയർ ഹോൾഡ് പെയ്ഡ് എമൗണ്ട് എത്രയാണോ തന്നിട്ടുള്ളത്, തന്ന എമൗണ്ട് എത്രയാണോ അതാണ് നമ്മൾ അതിലോട്ട് മാറ്റി. കാരണം അയാൾ പേ ചെയ്തതാണ് നമ്മുടെ ലാഭം എന്ന് പറഞ്ഞത്, പിന്നെ അതിന് പൈസ ഒന്നും കിട്ടും. അപ്പൊ ആ പേ ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ മുമ്പത്തെ ഷെയർ, അത്രയും എമൗണ്ട് വരെ അത് റീഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അതായത് വില കുറച്ച് കൊടുക്കാമെന്നാണ്. ഇനി അത് പാറിൽ ചെയ്യും. ഇനി വെൻ ദ ഒറിജിനൽ ഇഷ്യൂസ് ഓഫ് പ്രീമിയം, ഒറിജിനൽ ഇഷ്യൂ അത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തത്. ഇൻ ദ കേസ് ഓഫ് ഷെയർ ഒറിജിനൽ ഇഷ്യൂ അറ്റ് പ്രീമിയം ദർ ഇസ് 2 കേസസ്. ഒന്നെന്ന് പറയുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഈ പ്രീമിയത്തിനാകുമ്പോൾ രണ്ട്, ചിലപ്പോൾ പ്രീമിയം നമുക്ക് അവർ പേ ചെയ്തിട്ടുണ്ടാവും, ആ പ്രീവിയസ് ഓണർ, അതായത് ഫോർഫീച്ചതാണ്, ചിലപ്പോൾ അയാൾ പേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 2 സിറ്റുവേഷൻസ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഫസ്റ്റ്, പ്രീവിയസ് ഹാസ് ബീൻ റിസീവ്ഡ് ഓൺ സെഷൻ, സെക്യൂരിറ്റി പ്രീമിയം നമുക്ക് കിട്ടി. The amount of forfeited amount has been received including the amount of premium. It has been received. The maximum discount can be allowed on the ratios. അവിടെയും നമ്മൾ എന്താണ്, പാറിന് എങ്ങനെയാണ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും അതേമാതിരി തന്നെ. അതായത് നമുക്ക് റീഇഷ്യൂ ചെയ്തപ്പോൾ ക്യാൻസൽ ചെയ്തപ്പോൾ കുറച്ച് എമൗണ്ട് ഫോർഫീച്ചർ എമൗണ്ട് കിട്ടിയില്ലേ, ആ എമൗണ്ട് മാത്രമേ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. ഷെയർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഈ ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ the actual amount received become forfeiture amount. The maximum possible discount on ratio of shares equal to the amount of forfeiture such amount of discount immediately allowed. Okay. The maximum എന്ന് പറയുന്നത് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഫോർഫീച്ചർ ചെയ്ത എമൗണ്ട് ആൾറെഡി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. അതെന്ന് വെച്ചാൽ ഫോർഫീച്ചർ ദ എമൗണ്ട്, നമുക്ക് ഈ ഫോർഫീച്ചർ കിട്ടിയ എമൗണ്ട് ഉണ്ടാവില്ലേ, പ്ലസ് നമ്മൾ അന്ന് ഡിസ്കൗണ്ടിന് കൊടുത്തില്ലേ, ഡിസ്കൗണ്ട് കൊടുത്തൊരു എമൗണ്ട് ഉണ്ടാവും, അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര എമൗണ്ട് കിട്ടുമോ അത്രയും നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. കാരണം ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് പ്രശ്നം, ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഓവർ ഡിസ്കൗണ്ട് കൊടുത്താൽ ആളുകൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക മനസ്സിലായി. കാരണം ചെറിയ പൈസ ആളുകൾ കുറേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും, അതൊരു ഉടായ്പ കമ്പനിയാണ് മനസ്സിലായി. ഒരു നല്ല കമ്പനിയാടാ, നല്ല ക്യാപിറ്റൽ മേടിക്കാതെ ആരെങ്കിലും ഷെയർസ് കൊടുക്കാൻ തയ്യാറാവും, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും കമ്പനി ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാവും. അതുകൊണ്ടാണ് ഈ ഡിസ്കൗണ്ട് ആക്ച്വലി ഇത്രയും റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചത്. ഇവിടെ ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ ഒരു കാര്യം കിട്ടുന്നത്, ഇതും എക്സാമിനേഷൻ പോസ്റ്റ്, ഇത് എക്സാമിന് ബാക്കിയുള്ളതാണ്, സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റെക്കോർഡിംഗ് ഓഫ് റീഇഷ്യൂ ഓഫ് ഷെയർസ്. എങ്ങനെയാണ് റീഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? റീഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ടു ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ടിനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡിസ്കൗണ്ടിനപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യാറ് എന്ന് പറഞ്ഞു,
shares reissue എങ്ങനെയാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് when forfeiture shares are issued at a discount bank account debited by the amount received share capital is credited by the paid amount എന്താണ് അതിന്റെ എൻട്രി വരും ഒറ്റ എൻട്രി ഉണ്ടാവുള്ളൂ കുറെ എൻട്രി ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒറ്റ സിംഗിൾ എൻട്രി വരും എന്താ ബാങ്ക് അക്കൗണ്ട് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അപ്പോൾ നമ്മുടെ 100 രൂപയുടെ ഷെയറാന്ന് വിചാരിച്ചു ഇതിൽ നമ്മൾ 70 രൂപക്കാണ് കൊടുക്കാന്ന് വിചാരിച്ചു ഇത് ഫസ്റ്റ് ഇഷ്യൂവിൽ ഒരു 20 രൂപ നമുക്ക് ഇഷ്യൂ ചെയ്ത എമൗണ്ടും കിട്ടിയെന്ന് വിചാരിക്കും അല്ലെങ്കിൽ 30 രൂപ ഓക്കെ അതായത് 30 രൂപ വെച്ചാൽ ഡിസ്കൗണ്ട് അല്ല സോറി നമ്മുടെ 100 രൂപയുടെ ഷെയർ ഞാൻ 70 രൂപക്ക് കൊടുക്കുന്നു 70 രൂപ എന്ന് പറയുമ്പോൾ 30 രൂപ ഡിസ്കൗണ്ട് അപ്പോൾ ഒറ്റ എൻട്രി എത്ര എമൗണ്ട് ആയിരിക്കും എനിക്ക് ബാങ്കിൽ വരിക ഡിസ്കൗണ്ട് 30 രൂപ കൊടുത്തുകൊണ്ട് തന്നെ അവർ പിന്നെ 30 കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല 70 രൂപ ബാങ്ക് എത്ര വരും 70 ഫോർഫീച്ചർ അക്കൗണ്ട് എത്ര 30 കാരണം പറഞ്ഞു മാക്സിമം ഈ ഫോർഫീച്ചറിന് എത്ര എമൗണ്ട് കിട്ടും ഈ 30 രൂപയെങ്കിലും അവിടുന്ന് കിട്ടണം നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ എന്നാലും നമുക്ക് ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും ഷെയർ ക്യാപിറ്റൽ എത്ര എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ഷെയർ ക്യാപിറ്റലോട് എപ്പോഴും പോകുന്നത് അതിന്റെ നോമിനൽ വാല്യൂ ആയി നോമിനൽ വാല്യൂ അല്ലാത്ത ഒന്നും ഷെയർ ക്യാപിറ്റലോട് പോകാൻ പാടില്ല അത് നിർബന്ധമാണ് ഓക്കെ അത് പറഞ്ഞിട്ടുണ്ട് സെക്യൂരിറ്റി പ്രീമിയം അതായത് ഈ ഫോർഫീച്ചർ അക്കൗണ്ടിലോട്ട് ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ഇനി ഫോർഫീച്ചർ നമ്മൾ ഈ റീഇഷ്യൂ ചെയ്തിട്ടും ഈ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിൽ ബി പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി കമ്പനിയുടെ അത് പ്രോഫിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക ഓക്കെ ദിസ് പ്രോഫിറ്റ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ദ കമ്പനി ഹാസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഇത് എന്നിട്ട് നമ്മൾ എന്തിലോട്ട് ട്രാൻസ്ഫറും ചെയ്യണം ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫറും ചെയ്യണം നമ്മൾ പല റിസർവ് ഒക്കെ പഠിച്ചിട്ടുണ്ട് റിസർവിനെ പറ്റി നമുക്കൊരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിക്കാനൊന്നും ഇവിടെ ആക്ച്വലി ഇവിടെ ഇല്ല സോ അതുകൊണ്ടാണ് അങ്ങനെ പഠിക്കും ജേണൽ റിസർവ് വിൽ ബി ആസ് ഷെയർ ഫോർഫീച്ചർ ടു അതായത് ഷെയർ ഫോർഫീച്ചറിൽ നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടും ബാക്കി എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുള്ളൂ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എത്ര ഉണ്ടോ കാരണം അതാണ് നമുക്ക് കഴിഞ്ഞ തരുന്ന ലാഭം അതായത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ ഇഷ്യൂ ആ അതിൽ ബാക്കി എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇതിലോട്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പറയുന്നത് ഇഫ് all forfeitures are issued the share account has zero balance because of the whole amount accounting for just adjusting the amount of discount the will transfer to capital reserve but in this only a part of the forfeiture issues remain the amount of forfeiture is not issued remain share of forfeiture for the adjustment of share issued is calculated ഇനി നോക്കിക്കോ സപ്പോസ് എടാ നമ്മൾ ഫുള്ള് റീഇഷ്യൂ ചെയ്യുന്നില്ല 100 ഷെയർസ് ഉണ്ട് 50 ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ 50 ഷെയർസിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടിയ നമ്മൾ 50 ഷെയറിന് നമുക്കൊരു ലാഭം ഫസ്റ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ആ ഇഷ്യൂ ചെയ്തത് അത്രയും വരെ ഡിസ്കൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞു ഇനി അതിലെന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റഡ് എമൗണ്ട് ആണ് എന്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നമ്മൾ ഷെയർ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ സപ്പോസ് 100 ഷെയർ ഉണ്ടെന്ന് വിചാരിച്ചോ ഓക്കെ 100 ഷെയർ ഉണ്ട് അതിന്റെ നമുക്ക് ഫസ്റ്റ് ഇഷ്യൂന്ന് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് ആ ഫോർഫീച്ചർ അക്കൗണ്ട് അത് എത്ര ഒരു 1000 റുപ്യ ഉണ്ടെന്ന് വിചാരിക്കും ഈ 1000 രൂപയിൽ 500 രൂപ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുവെച്ചാൽ ബാക്കി 500 എന്ത് ചെയ്യണം ക്യാപിറ്റൽ റിസർവിലോട്ട് മാറ്റണമെന്നാണ് ഓക്കെ സപ്പോസ് നമ്മൾ ഇനി ഇപ്പോൾ ഈ 100 ഷെയർസ് നമ്മൾ റീഇഷ്യൂ ആണെങ്കിൽ 500 രൂപ എന്ത് ചെയ്യണം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം സപ്പോസ് ഞാൻ ഇതിൽ 50 ഷെയർ മാത്രമേ റീഇഷ്യൂ ചെയ്തു അങ്ങനെയാണെങ്കിലും അപ്പോഴും നമ്മൾ ഈ 500 രൂപ നമ്മൾ റീഇഷ്യൂ ഉപയോഗിക്കില്ല ഡിസ്കൗണ്ട് 250 കൊടുക്കും ബാക്കി വരുന്ന 250 എന്ത് ചെയ്യണം അതായത് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്യണം ഇവിടെ പറയും ഓക്കെ ഈ അക്കൗണ്ട് ട്രീറ്റ്മെന്റ് ഓഫ് ദി റേഷ്യോ ഓഫ് ഫോർഫീച്ചർ ഷെയർസ് എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ട് ട്രീറ്റ്മെന്റ് ദി റേഷ്യോ ഓഫ് ഷെയർസ് ആർ ഡിസ്കൗണ്ടഡ് ഒറിജിനൽ ഇഷ്യൂ ആയിട്ട് പാർ ദർ ക്യാൻ ബി 4 സിറ്റുവേഷൻ റേഷ്യോ ഓഫ് ഫോർഫീച്ചർ ആവശ്യം 4 രൂപത്തിൽ വരാം റേഷ്യോ ഫസ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഫോർഫീച്ചർ ഡിസ്കൗണ്ട് ഒറിജിനൽ ഇഷ്യൂഡ് അറ്റ് പാർ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസ്കൗണ്ടിന് ഇഷ്യൂ റേഷ്യോ നമ്മൾ ഇവിടെ റേഷ്യോ ഇത് ഫസ്റ്റ് ഇഷ്യൂ
കേട്ടോ. ഫസ്റ്റ് അത് എങ്ങനെയായിരുന്നു, പാറിനായിരുന്നു ചേരുന്നത്, പക്ഷെ നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യും. ഇനി റേഷ്യോ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം, അറ്റ് പാർ ഓർ പ്രീമിയം, പാർ അല്ലെങ്കിൽ പ്രീമിയം, പക്ഷെ ഒറിജിനൽ ഇഷ്യൂ എന്തായിരുന്നു, പാർ. അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ഷെയർസ് അറ്റ് പാർ അറ്റ് ദ ഡിസ്കൗണ്ട് അറ്റ് പ്രീമിയം, ഒറിജിനൽ ഇഷ്യൂസ് അറ്റ് പ്രീമിയം. അതായത് ഇപ്പോൾ നമ്മൾ റീഷ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ പാറിന്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന്, അല്ലെങ്കിൽ പ്രീമിയം. ഒറിജിനൽ ഡിസ്കൗണ്ട് ചെയ്തത് പ്രീമിയത്തിന്. റേഷ്യോ ഫോർ വിച്ച് അറ്റ് പാറ്, ഡിസ്കൗണ്ട്, പ്രീമിയം, ഇതിനൊക്കെ നമ്മൾ റീഷ് ചെയ്യാം. ഒറിജിനൽ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, പക്ഷെ ഒറിജിനൽ ചെയ്ത് ഈ 4 ഓപ്ഷൻസും വരാവുന്നതാണ്. ഓക്കെ, അതായത് ഈ പാറിൻ്റെയും ഡിസ്കൗണ്ടിൻ്റെയും പ്രീമിയത്തിൻ്റെയും പല പല കോമ്പിനേഷൻസ് ആണ് കൊടുത്തത്. ഈ ഫസ്റ്റ് വൺ റേഷ്യോ ഓഫ് ഷെയർസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയുന്നത്, അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. ശ്രദ്ധിച്ചോ, റേഷ്യോ ഫോർ ഫീച്ചർ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഒറിജിനൽ ഇഷ്യൂഡ് അറ്റ് പാർ. ഇപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്, ഡിസ്കൗണ്ടിന് കൊടുക്കുന്നത്. റീഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിനും, ഇത് ഒറിജിനലി ഇഷ്യൂ ചെയ്തത് പാറിനുമായിരുന്നു. അതാണ് ഫസ്റ്റ് കേസ്. ഈ 4 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നോക്കിക്കോ, ഇൻസ്ട്രക്ഷൻ എന്താണ്. എച്ച് ലിമിറ്റഡ് ഫോർ ഫീച്ചർ 200 ഷെയർസ്, 10 ഈച്ച്, ഫുള്ളി കാൾഡ് അപ്പ്, 7 ഹാവ് ബീൻ റിസീവ്ഡ് ഇൻ ഫൈനൽ കോൾ, 3 ഷെയർ റിമൈൻസ് അൺപെയ്ഡ്. ഓക്കെ, therefore the later on reissued 8 per fully share up make the announcement. അതായത് നോക്കിയേ, 200 ഷെയർസ് ഉണ്ട്. ഈ 200 ഷെയർസ് ഫസ്റ്റ് കോളിൽ നമ്മൾ 7 രൂപ എന്തായിരുന്നു ഫൈനൽ കോളും 7 രൂപ പേ ചെയ്തിട്ടുണ്ടായിരുന്നു, 3 ഷെയർ പേ ചെയ്യാതിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 200 ഷെയർസ് നമ്മൾ ഫോർഫീച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഈ 7 രൂപയായിരിക്കും എന്തുണ്ടാവുക, ഫോർ ഫീച്ചർ അക്കൗണ്ടിലോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവും, ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവും, 7 × 200 1400. ഇനി അപ്പോൾ ഈ 1400 രൂപയാണ്, ഇതാണ് ഫോർ ഫീച്ചർ അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ടാവുക. ബാക്കി കാളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഈ 1400 ആണ് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന എന്ത്, ഡിസ്കൗണ്ട്. ഇനി അപ്പോൾ അത് പാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് 10 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തിന് നമ്മൾ ഡിസ്കൗണ്ടിന് കൊടുക്കുക. എത്ര രൂപ, ഒറ്റയടിക്കാണ് തീർക്കാണ്, 8 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. 8 രൂപയ്ക്ക് നമ്മൾ വീണ്ടും റീഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എത്ര, 2 രൂപ, 2 രൂപ വെച്ച് 200, അതായത് 400 രൂപയാണ് ഇവിടുത്തെ ഡിസ്കൗണ്ട്. എത്ര രൂപ അക്കൗണ്ടിൽ വരും, 8 × 200 1600 അക്കൗണ്ടിൽ വരും. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതിന്റെ ചാൻസ് ഷെയർ ക്യാപിറ്റൽ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഫോർഫീറ്റ് എൻട്രി ചെയ്യുന്നു. എന്ത് എഴുതാം, ഷെയർ ക്യാപിറ്റൽ എത്ര രൂപ, 200 രൂപയുടെ 10 രൂപ 2000 രൂപ നമ്മൾ ഇതാവും. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് 1400, എന്താ 7 × 200 1400, ആൾറെഡി ആൾ പേ ചെയ്തതാണ്. അപ്പോൾ അതിന്റെ എഫക്റ്റ് ഒഴിവാക്കണം. ഷെയർ ഫയറിസ്റ്റിക് ആവുന്ന 600 രൂപ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. നമ്മുടെ അപ്പോൾ ഫോർഫീച്ചറിന്റെ എൻട്രി. ഇനി ഇതിന്റെ നമ്മൾ എന്തെങ്കിലും വീണ്ടും റീഇഷ്യൂമ്പോൾ എൻട്രി നോക്കിക്കോ. ബാങ്കിൽ എത്ര വരും, 1600. ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് എത്ര, 400 രൂപ ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് എവിടെ നിന്ന് എടുത്തു, സെക്യൂരിറ്റി അല്ല ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ നിന്ന്. എന്നിട്ട് എന്തെങ്കിലും ഷെയർ ക്യാപിറ്റലിലോട്ട് എത്ര ഇടുന്നു, 2000 തന്നെ ഇടുന്നു. ഇപ്പൊ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് ഇവിടെ ഒരു 1400 എന്ത് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് 400 രൂപ രണ്ടാമത് റീഇഷ്യൂ ചെയ്യാൻ ചെലവായി, ഡിസ്കൗണ്ട് കൊടുത്തിട്ട്. അങ്ങനെ 1000 രൂപ ബാക്കിയുണ്ട്. ഈ 1000 എവിടോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക്. അപ്പോൾ അതിന്റെ എൻട്രിയാണ് അടുത്തത്, ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ റിസർവ്. സിമ്പിൾ, നീറ്റ് ആൻഡ് ക്ലിയർ. മനസ്സിലാവുന്നുണ്ടോ? എനി ഡൗട്ട് ജസ്റ്റ് ഒന്ന് നോക്കി. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്. അപ്പൊ നമ്മൾ മോൾ പറഞ്ഞ 4 കേസ് ഉണ്ട്. ഇത് രണ്ടാമത്തെ കേസ്, റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിനാണ് ഇഷ്യൂ എന്നത്, അല്ലെങ്കിൽ അറ്റ് പാറിന് ആൻഡ് പാർ, പ്രീമിയത്തിനും പാറിനും. ഒറിജിനൽ ഇഷ്യൂഡ് അറ്റ് പാർ. ഒറിജിനൽ എങ്ങനെ ഇഷ്യൂ ചെയ്തത്, പാർ. അപ്പൊ എങ്ങനെ നോക്കുക, ഇതിന്റെ കേസോ ഇല്ലുസ്ട്രേഷൻ നോക്കാം. വൈ ലിമിറ്റഡ് 400 ഷെയർസ് 20 ഈച്ച്, ഓരോന്നിനും എത്ര 20 രൂപ വെച്ച് 400 ഷെയർസ്, ഓൺ വിച്ച് 15 per share have been received. 15 രൂപ, 20 രൂപയുടെ സാധനമായിരുന്നു പാറിനാണ് കൊടുത്തത്. അതിൽ 20 രൂപയിൽ 15 രൂപ കിട്ടി. അതായത് ഈ 15 രൂപ വെച്ച് 400 ഷെയറിന് കിട്ടേണ്ടതാണ്. അതിനെച്ചാൽ 6000 രൂപ.
6000 രൂപ. ഈ 6000 രൂപയാണ് ഫോർഫീച്ചർ അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ടാവും. ബാക്കി 5 രൂപ കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഏതാണ് അൺപെയ്ഡ് കോൾസിലോട്ട് പോയിട്ടുണ്ടാവും. 5 × 400 2000 രൂപ. അവിടുന്ന് ആ കാര്യം മനസ്സിലായി. There was റേഷ്യോയിൽ ഒന്ന് അറ്റ് ദ റേറ്റ് ഓഫ് 20 per ഷെയർ കുറച്ച് നമ്മൾ എന്ത് ചെയ്തു 20 രൂപക്ക് കൊടുത്തു. ഫസ്റ്റ് നമ്മൾ 20 രൂപക്ക് എന്ത് ചെയ്തു ഷെയർ, അതായത് അറ്റ് പാറിനെ വിറ്റു അല്ലെങ്കിൽ കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് അല്ലെങ്കിൽ അതിന് ശേഷം 24 രൂപക്ക് പ്രീമിയത്തിന് കൊടുത്തു. അങ്ങനെ വെച്ചാൽ എൻട്രി എങ്ങനെ വരിക ഫസ്റ്റ്. അപ്പൊ 2 കേസ് ഉണ്ട്, ഒന്ന് പാറിന് ഇഷ്യൂ ചെയ്യുന്നു, രണ്ടോ പ്രീമിയത്തിന് ഇഷ്യൂ. അപ്പൊ ആക്ച്വലി ഇവിടെ 2 കേസിലാണെങ്കിലും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സെക്യൂരിറ്റി നമ്മൾ ഇത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഫോർഫീച്ചർ അക്കൗണ്ട്. അപ്പൊ ഫോർഫീച്ചർ അക്കൗണ്ട് ഫുൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബാങ്ക് ടു ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 20 രൂപ. ഫസ്റ്റ് കേസ് പറയുന്നത് അറ്റ് പാറിനാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത്. അവിടെ വളരെ സിമ്പിൾ എൻട്രി ആണ്. ബാങ്കിലോട്ട് എത്ര വരും? 20 രൂപയും വരും. 400 ഷെയറിന്റെ 20 രൂപയും വരും ബാങ്ക് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പൊ തന്നെ നമ്മൾ പൈസ കിട്ടിയുടനെ നമ്മൾ ക്യാപിറ്റലിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, കിട്ടിയുടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. അത് ഞാൻ പറയാം, 6000 രൂപ എവിടെ കിടക്കുന്നുണ്ട്? ഫോർഫീച്ചർ. അതായത് 400 രൂപ വെച്ച് 400 ഷെയർസിന്റെ 15 രൂപ വെച്ചിട്ട് 6000 രൂപ. ആ 6000 രൂപ എവിടേക്കും ട്രാൻസ്ഫർ ചെയ്യും? നേരെ ഫുള്ള്. കാരണം ഇവിടെ നമുക്കൊരു ചെലവും വന്നിട്ടില്ല. സോ ആ കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? നമ്മുടെ ഷെയർ ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ. ഇനി അടുത്തത് വളരെ സിമ്പിൾ. പ്രീമിയം ഒറ്റടിക്കും ബാങ്കിൽ 24 രൂപയൊക്കെ കൊടുത്ത് അപ്പൊ 400 × 24 എത്ര എമൗണ്ട് വന്നിട്ടുണ്ടാവും? 9600 രൂപ വന്നിട്ടുണ്ടാവും ബാങ്കിൽ. അതിൽ ക്യാപിറ്റലിലോട്ട് അതിന്റെ 20 രൂപ മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ പറയാം. 20 × 400 എത്ര ട്രാൻസ്ഫർ ചെയ്യും? 8000 രൂപ. ബാക്കി വരുന്ന 1600 വീണ്ടും സെക്യൂരിറ്റി പ്രീമിയത്തിൽ നമ്മൾ മുമ്പ് ഇത് സേവ് ആക്കി. ഇവിടെ നമ്മൾ നോക്കണം, നമ്മൾ സെക്യൂരിറ്റി നമ്മൾ ഫോർഫീച്ചറിന് ഇത് അതിന് ഒരു രൂപ കൂടി നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. സോ നമ്മളപ്പോൾ ഫുൾ എമൗണ്ടും എന്താ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ചെയ്യേണ്ടി വരും? ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് 6000. ഓക്കെ, അതോടുകൂടെ രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് ക്ലിയർ ആൻഡ് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ദ നെക്സ്റ്റ് വാട്ട് ഈസ് റീഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസ് അറ്റ് പാറിന് നമ്മൾ റീഇഷ്യൂ ഡിസ്കൗണ്ടിന് ചെയ്യാം, പ്രീമിയത്തിനും ചെയ്യാം. ഡിസ്കൗണ്ടിന് 3 കേസിന് കയറാം. എപ്പോ? ഒറിജിനൽ ഇഷ്യൂ ചെയ്യും. ഫസ്റ്റ് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്ത ഷെയർ പിന്നെ നമ്മൾ പാറിനും ഡിസ്കൗണ്ടിനും സെക്യൂരിറ്റിനും എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ. സോ ഇല്ലുസ്ട്രേഷൻ 3 നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. 3 കേസും ഉണ്ട് പറഞ്ഞു. ആദ്യം നമ്മൾ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്തത്? പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തത്. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്തു? അത് ക്യാൻസലായി പോയി. നമ്മളത് ഫോർഫീച്ച് ചെയ്തു. അതിനും നമുക്ക് 2 കേസ് തരാം. ചിലപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയിട്ടുണ്ടാവും, കിട്ടായിരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണ് 2 കേസിലും എൻട്രീസ് വരുന്ന കാര്യം. ഇനി ആ പ്രീമിയത്തിന് ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് നമ്മൾ പാറിന് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എൻട്രി കാര്യങ്ങൾ നോക്കിക്കോ. ഇല്ലുസ്ട്രേഷൻ 3 ശ്രദ്ധിച്ചോ. AZ Limited ഫോർഫീച്ചർ 200 ഷെയർസ്, 200 ഷെയർസ് എന്നത് ഫോർഫീച്ച് ചെയ്തു. 10 each. ഓക്കെ, 10 രൂപ. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം 4. ഇത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തിരുന്നത് 14 രൂപക്കായിരുന്നു. ഇതിന്റെ വില എന്ന് പറയുന്നത് 10 രൂപയുടെ ഷെയർ 14 രൂപ കൊടുക്കും. ഓക്കെ, അതാണ് നമ്മൾ ഫോർഫീച്ച് ക്യാൻസൽ ചെയ്തത്. The holder which paid 3 per share on application but did not pay the allotment money 7 including premium and call. അതായത് ഈ 14 രൂപയിൽ 3 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ഈ 3 രൂപ എന്താ?
അപ്ലിക്കേഷൻ മണിയാണ്, ഇതിൽ പ്രീമിയം ഇല്ലതാണ്. അപ്പം ഇയാൾ പ്രീമിയം കൊടുത്തിട്ടില്ല ഫസ്റ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ. അതാണ് സിറ്റുവേഷൻ. മേക്ക് ദ നെസസറി ജേണൽ എൻട്രീസ് ഫോർഫീച്ചർ ഷെയർസ്. ഫോർഫീച്ച് ചെയ്തപ്പോൾ എന്താണ് അതിൻ്റെ എൻട്രി എന്നുള്ളത്. റീഇഷ്യൂന് എങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഫോർഫീച്ചറിന് എല്ലാത്തിനും സെയിം എൻട്രി ആയിരിക്കും. കാരണം ഇവിടെ 3 രൂപത്തിൽ നമ്മൾ ഫോർഫീച്ച് ചെയ്യില്ല, ഒറ്റ രൂപത്തിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ്. ഫസ്റ്റ് റീഇഷ്യൂ അറ്റ് പ്രീമിയം. ഇപ്പോൾ റീഇഷ്യൂന് 3 കേസ് ഉണ്ട്. 10 ചെയ്യുമ്പോൾ പാറ്, 8 ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്, മൂന്നാമത്തെ പ്രീമിയം. 3 ഇതിലും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. സോ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഫോർഫീച്ച് ചെയ്യേണ്ടത്, എന്നിട്ടല്ല ഇഷ്യൂ ഉണ്ട്. ഫോർഫീച്ച് ചെയ്യുന്ന എൻട്രി ആണ്. ഷെയർ ക്യാപിറ്റലിൽ എത്ര പോകണം, 200 രൂപ 10 രൂപ 2000. സെക്യൂരിറ്റി പ്രീമിയം ഇവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി കിട്ടിയിരുന്നെങ്കിൽ ഈ സെക്യൂരിറ്റി പ്രീമിയം ഇവിടെ വരില്ല, നമ്മളത് കഴിഞ്ഞതിൽ പറഞ്ഞു. സെക്യൂരിറ്റി പ്രീമിയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ ആൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആ പൈസ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. എത്ര രൂപ, 4 × 200 800. ഫോർഫീച്ചർ അക്കൗണ്ടിൽ അയാൾ എത്ര പേ ചെയ്തത്, 3 × 200 600 ആണോ. അതാണ് എന്ത് സെക്യൂരിറ്റി ഫോർഫീച്ചർ അക്കൗണ്ട്. അപ്പോൾ ഫോർഫീച്ചർ അക്കൗണ്ടിലോട്ട് എത്ര വന്നു, 600. അലോട്ട്മെന്റ് 7 ഒന്നും തന്നില്ല, 7 × 200 1400 കിട്ടില്ല. ഫസ്റ്റ് ഫൈനൽ കോള് 4 രൂപ കിട്ടില്ല, 4 × 200 ഉണ്ട്, അതും അപ്പൊ അൺപെയ്ഡ് കോൾസ്. അതുകൊണ്ട് ഫോർഫീച്ച് എന്ന് പറഞ്ഞ ആ ഒരു എൻട്രി അതോടുകൂടെ ക്ലോസ് ആയി. മനസ്സിലായോ. അപ്പൊ നമ്മുടെ ഫോർഫീച്ചിങ് കഴിഞ്ഞു, അതായത് നമ്മൾ ക്യാൻസൽ ചെയ്യും. ഇനി നമ്മളിത് റീഇഷ്യൂ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് പാറിനാണെങ്കിലും ഡിസ്കൗണ്ടിനാണെങ്കിലും പ്രീമിയത്തിനാണെങ്കിലും ഈ ക്യാൻസൽ ചെയ്യുന്ന എൻട്രി ചെയ്യും. ഓക്കെ, ഇനി ഡിഫറെൻ്റ് ആവുന്ന എൻട്രി എന്താണ്, നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് കാര്യങ്ങളാണ്. സോ അതിൻ്റെ എൻട്രീസ് ആണ്. ഫസ്റ്റ് കേസ് നമ്പർ 1 നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പാറിനാണ്. കേസ് നമ്പർ 1 ഇഷ്യൂ ചെയ്യുന്നതാണ് പാർ. അപ്പോൾ അതിൻ്റെ എൻട്രി എടുക്കാം. എത്ര രൂപയൊക്കെടാ ഈ 20 രൂപ അല്ല 10 രൂപക്കാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത്. കാരണം അതിൻ്റെ വില 10,000. 10 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു. ബാങ്കിൽ എത്ര വരും, 2000 വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട്സ് ക്യാപിറ്റൽ അപ്പം തന്നെ ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബാങ്കിൽ എപ്പോഴാണ് വന്നത് അപ്പം തന്നെ നമ്മൾ ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ. ബാക്കി വരുന്ന ഷെയർ ഫോർഫീച്ചറിൽ കുറച്ച് 600 രൂപ ഇറക്കുന്നുണ്ട്. 600 എവിടെയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ക്യാപിറ്റൽ. കാരണം അവിടെ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് അതിന് ഒരു ചിലവില്ല, 600. ഓക്കെ, ഇനി രണ്ടാമതാണ് അറ്റ് ഡിസ്കൗണ്ട് 8 രൂപ കൊടുക്കും. അങ്ങനെ വെച്ചാൽ ബാങ്കിൽ എത്ര രൂപയാണ് വരിക, 8 രൂപ 200 ഷെയർ 1600 രൂപ വരും. അപ്പൊ അവിടെ ശരിക്കും 2000 വരേണ്ടതാണ്, പക്ഷെ 400 രൂപ ഡിസ്കൗണ്ട്. അപ്പൊ ആ ഡിസ്കൗണ്ട് എവിടെ നിന്ന് എടുക്കണം, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എടുത്ത് 1600 400 കൊടുക്കും. എന്നിട്ട് ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ 2000. മനസ്സിലായോ. ഇനി അപ്പൊ എത്ര എമൗണ്ട് ആയിരുന്നു ഷെയർ ഫോർഫീച്ചർ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്, 600 രൂപയായിരുന്നു. അതിൽ 400 രൂപ നമ്മൾ ഏതിനു വേണ്ടിയിട്ട് എടുത്തു, റീഇഷ്യൂ വേണ്ടിയിട്ട് ഡിസ്കൗണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എത്ര രൂപ ഉണ്ട്, 200. അത് എവിടെയോട് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലോട്ട്. അത് ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതോടുകൂടി ആ പരിപാടി ചെയ്യും. ഇനി അടുത്തത് മൂന്നാമത്തെ കേസ്. വാട്ട് ഈസ് ദ തേർഡ് കേസ്, വി ആർ ഇഷ്യൂയിങ് അറ്റ് പ്രീമിയം. ഇവിടെ നമുക്ക് ഡിസ്കൗണ്ടിന്റെ നോ ഇഷ്യൂ. അപ്പോൾ ഷെയർ ഫോർഫീച്ചറിൽ ഫുള്ള് നമുക്ക് ക്യാപിറ്റൽ റിസർവിലോട്ട് പറയാം. മാത്രമല്ല നമുക്ക് ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം. ബാങ്കിലോട്ട് എത്ര വരും, നമ്മളിവിടെ എത്ര രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, മൂന്നാമത്തെ കേസിൽ വി ആർ 12 രൂപ, അതായത് 2 രൂപ പ്രീമിയം. അപ്പോൾ 12 × 200 എവിടെ വരും, ബാങ്കിൽ വരും. അതായത് 2400 വരും. അതായത് ക്യാപിറ്റലോട്ട് എത്ര കൊടുക്കാൻ പറ്റുള്ളൂ, 2000. ബാക്കി 400 നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് സാധാരണ. ഇനി അപ്പോൾ ഫോർഫീച്ചറിൽ എത്ര ഉണ്ടാവും അക്കൗണ്ടിൽ, 600 രൂപ ഉണ്ടാവും. 600 ക്യാപിറ്റൽ റിസർവിലോട്ട് വരും. അതിൻ്റെ എൻട്രിയാണ് താഴെ. മനസ്സിലാവുന്നുണ്ട്. സിമ്പിൾ വേണം, വെരി വെരി സിമ്പിൾ. അപ്പോൾ ആ കേസും അതിവിടെ ഹട്ടം. ഇനി നാലാമത്തെ കേസ്, റീഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസ് അറ്റ് പാർ, പ്രീമിയം ഡിസ്കൗണ്ട്. 3 ഇതിലും ചെയ്യാം, പാറിന് ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്യാം, ചെയ്യാം. എപ്പോൾ, ഒറിജിനൽ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്. ഒറിജിനൽ എത്ര രൂപ ഇത് ഡിസ്കൗണ്ട് വരും. അതിൻ്റെ എൻട്രീസ് എങ്ങനെയാണെന്ന് നോക്കാം.
ഇവിടെയും 3 കേസസ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം, പഠിക്കാം. ഫസ്റ്റ് കേസ് ഇല്ലുസ്ട്രേഷൻ 4 നോക്കി. ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ issued shares 20 each at a discount of 2 per share. ഷെയർ ഇഷ്യൂ ചെയ്തു. 20 രൂപയുടെ ഷെയർ എത്ര രൂപ കൊടുത്തേ? 18 രൂപ. മഹിമ ഹോൾഡിംഗ് 100 ഷെയർ ഡിഡ് നോട്ട് പേ ദ ഫൈനൽ കോൾ 5 രൂപ. അതിൽ മഹിമ എന്ന് പറഞ്ഞ ഒരാള് 100 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു. അവർ 5 രൂപ കൊടുത്തില്ല, ബാക്കിയൊക്കെ അവർ അടച്ചിട്ട് 5 രൂപ മാത്രം കൊടുത്തില്ല. കുഴപ്പമില്ല. ഹർ ഷെയർസ് വേർ ഫോർഫീറ്റഡ്. അവരുടെ ഷെയർസ് ഫോർഫീറ്റഡ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. Then later on the company reissued these forfeited shares. ഇതെന്ത് ചെയ്തു? റീഇഷ്യൂ ചെയ്യുക. 3 കേസാണ്. റീഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് 3 ഓപ്ഷൻ. ഒന്നല്ലെങ്കിൽ ഇത് 15 രൂപക്ക് വീണ്ടും റീഇഷ്യൂ ചെയ്യുക. കാരണം ഇത് ആദ്യം 18 രൂപ കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഇത് 15 രൂപ കൊടുക്കാം. ഈ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോൾ മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻ. ഒന്നെന്ന് പറയുന്നത് എത്ര മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുക, നമ്മുടെ ഫോർഫീച്ചർ അക്കൗണ്ടിലുള്ള എമൗണ്ട് ഫുള്ളും പിന്നെ കഴിഞ്ഞതിന് എത്രയാണോ ഡിസ്കൗണ്ട് ചെയ്ത് അത്രയും നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, റീഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് അത്രയും കൊടുക്കാം. അതുപോലെ തന്നെ 20 per ഷെയർ, 20 രൂപ ഒരു ഷെയർ. ഓക്കെ, അതായത് പാറിന് പിന്നെ പ്രീമിയത്തിന് കൊടുക്കും. പ്രീമിയം സിമ്പിൾ എൻട്രീസ് ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ഇഷ്യൂ ഡിസ്കൗണ്ടിന് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ കേസാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കൗണ്ടിനാകുമ്പോൾ ജോയിൻറ്റ് ഡിസംബർ. ആദ്യം നമ്മളിത് ഫോർഫീറ്റ് ചെയ്യണം. ഫോർഫീറ്റിൻ്റെ എൻട്രിയാണ്. ഷെയർ ക്യാപിറ്റൽ എത്ര? ഇവിടെ 100 ഷെയർസ് ആണ് 20 രൂപയുടെ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ടാവും? അത് 18 രൂപയൊക്കെ വിറ്റുകൊണ്ടിരുന്നു. അപ്പോൾ 200 × 10 2000. ടു ഷെയർ ഫോർഫീച്ചർ. ഇയാൾ എത്ര രൂപ അടച്ചത്? 18 രൂപയാണ് എന്ത് ചെയ്തത്, അടക്കേണ്ടത്. അതിൽ 5 രൂപ മാത്രമേ ഇനി അടക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ 13 രൂപ അടച്ചിട്ടുണ്ട്. 13 × 100 എത്ര വരും? 1300. അത്രയാൾ അപ്പോൾ അടച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലോട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് ചെയ്ത ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ എൻട്രി റിവേഴ്സ് ചെയ്യണം. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് ആണ് ഇഷ്യൂ ഓഫ് ഷെയർസ്. 200 ഡിസ്കൗണ്ട് ചെയ്തത് ഫുള്ളും റിവേഴ്സ് ചെയ്താൽ മതി. നമ്മൾ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് എക്സ്പെൻസ് ആയിട്ട് എഴുതും. നമ്മളിത് തിരിച്ചെടുക്കുമ്പോൾ അതൊരു അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് പ്രോസസ് ചെയ്യും. പിന്നെ ഷെയർ ഫൈനൽ കോൾ തന്നിട്ടില്ല, 5 രൂപ തന്നിട്ടില്ല എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു. 5 രൂപ ഇത്ര ഉള്ളു. എന്ത് ഫോർഫീറ്റ് ചെയ്യുന്നതിൻ്റെ. ഇനി നമ്മൾ 3 കേസസ് നോക്കുകയാണ്. അവിടെ ഫസ്റ്റ് കേസ് 15 രൂപക്കാണ് ഇഷ്യൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ബാങ്കിൽ എത്ര വരും? 15 × 100 1500 രൂപ വരും. ഇനി നമുക്ക് ഫോർഫീച്ചർ അക്കൗണ്ടിലുള്ള ഫുൾ എമൗണ്ട് കൊടുക്കാം. ഫോർഫീച്ചറിൽ എത്ര ഉണ്ട്? 1300 ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് എത്ര കൊടുത്ത ഡിസ്കൗണ്ട് അത്ര ഡിസ്കൗണ്ട് എവിടെയും കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ റിവേഴ്സ് ചെയ്ത ഈ ഡിസ്കൗണ്ടിലുള്ള എമൗണ്ട് ഉണ്ട്, അത്രയും ഡിസ്കൗണ്ട് ചെയ്ത് അത്രയും ഡിസ്കൗണ്ട് ആദ്യം എടുക്കും. കാരണം അവിടെ ഡിസ്കൗണ്ട് ചെയ്ത എമൗണ്ട് ഇവിടെ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. അവിടെ 200 രൂപ മുന്നൂറ് ഡിസ്കൗണ്ട് ചെയ്യും. അങ്ങനെ 200. ബാക്കി വരുന്ന ഒരു 300 രൂപയുടെ ആവശ്യമല്ലേ, അത് നമുക്ക് എവിടെ നിൽക്കാം? ഷെയർ ഫോർഫീച്ചറിൽ നിന്ന് എടുക്കും. അത് ഷെയർ ഫോർഫീച്ചറിൽ നിന്ന് എടുക്കും. അപ്പോൾ ആദ്യം ഏതെടുക്കണം? ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എത്ര മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ? കഴിഞ്ഞതിന് നമ്മൾ ഈ ഒരു 100 രൂപയുടെ ഷെയറിന് എത്രയാണോ കൊടുത്തത് ഡിസ്കൗണ്ട്, കഴിഞ്ഞതിന് 2 രൂപ ഡിസ്കൗണ്ട് കൊടുത്തത്, 100 ഷെയറിന് 200. അപ്പോൾ ആദ്യം ആ ഡിസ്കൗണ്ട് ഇടും. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മൾ എവിടെ നിന്ന് എടുക്കേണ്ടത്? ഫോർഫീച്ചർ. ഫോർഫീച്ചറിൽ 1300 ഉണ്ട്, പക്ഷെ 300 നമുക്ക് ആവശ്യമുണ്ട്. കാരണം 15 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി വരുന്ന 1000 രൂപ ഉണ്ടല്ലോ, 1000 രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ബാക്കി ഫുൾ എമൗണ്ട് 2000 രൂപ ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ എന്ത് ചെയ്യുന്നു? 1000 രൂപ ക്യാപിറ്റൽ റിസർവിലോട്ട്. ഈ രണ്ടാമത്തെ എപ്പോഴും പാർന്നാണെങ്കിൽ എപ്പോഴും പണി എളുപ്പം. ബാങ്കിൽ എത്ര വരുന്നു? 2000 വരുന്നു. ആ 2000 ഷെയർ ക്യാപിറ്റലിലോട്ട്. 1300 ഫോർഫീച്ചർ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു, 1300 ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട്. ഇനി മൂന്നാമത്തെ കേസ് പ്രീമിയം. പ്രീമിയത്തിലും നമുക്ക് കൂടുതൽ പ്രശ്നം. ബാങ്കിൽ എത്ര വരും? 25 × 100 2500 വരും. അത് 2000 ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബാക്കി 500 സെക്യൂരിറ്റി ചെയ്യും. 1300 ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് ഫുള്ളായിട്ട് നമ്മൾ എങ്ങോട്ട് ചെയ്യും? നമ്മുടെ ക്യാപിറ്റൽ റിസർവിലോട്ട്.
ഇനി അടുത്തതാണ് റേഷ്യോ ഓഫ് പാർട്ട് ഓഫ് ദി ഫോർട്ടിഫിക്കേഷൻ. സപ്പോസ് നമ്മളിപ്പോൾ ഫുള്ളും റീഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 100 ഷെയർസ് ആണ് നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ ഫോർഫീറ്റ് ചെയ്തതെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 50 ഷെയർസ് എന്ത് ചെയ്യുന്നുള്ളൂ, റീഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർട്ട് ഓഫ് റീഇഷ്യൂ. അതായത് ഒരു ഭാഗം മാത്രമേ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത്. ഫുള്ള് റീഇഷ്യൂ ചെയ്ത് ഫോർഫീറ്റ് ചെയ്തുള്ള ഷെയർസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളാണ് ഇനി അടുത്തത് നമ്മൾ ഇല്ലുസ്ട്രേഷൻ 5 കാണാൻ പോകുന്നത്. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 5. ഇല്ലുസ്ട്രേഷൻ 5 വരെ നോക്കാം. ഓക്കെ, സോ illustration 5. What is illustration 5? A company 40 shares of 50 each forfeited 40 shares of 50 rupees on which all application money of 10, allotment 20 were received. Final call 20 per shares not received. 30 of the shares are reissued. 40 per shares. വല്ലതും മനസ്സിലായോ? ഇല്ല. ഒരു കമ്പനി ഫോർഫീച്ചർ 40 ഷെയർസ് 40 ഷെയർസ് എന്തെങ്കിലും ക്യാൻസൽ ചെയ്തു. ഷെയർസ് ഒരു ഷെയർസിന് എത്ര രൂപയാണ്? 50 രൂപയാണ്. അതിൽ അപ്ലിക്കേഷൻ മണി എങ്ങനെയാണ് കിട്ടിയത്? 10 രൂപ പെർ ഷെയർ, അലോട്ട്മെന്റ് 20 രൂപ, പിന്നെ റിസീവ്ഡ്. അതായത് 50 ഈ 40 ഷെയർസ് നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ പിന്നെ 50 രൂപയായിരുന്നു പ്രൈസ്. അതിൽ 10 രൂപ അപ്ലിക്കേഷൻ മണി, 20 രൂപ അലോട്ട്മെന്റുമായിട്ട് 30 രൂപ കിട്ടിയിട്ടുണ്ട്. ബാക്കി 20 രൂപ കിട്ടിയിട്ടില്ല, നോട്ട് റിസീവ്ഡ്. ഇനി ഈ 40 ഷെയർസിൽ 30 ഷെയർസ് റീഇഷ്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻട്രീസ് ആണ്. ആദ്യം നമ്മളിത് എന്ത് ചെയ്യുന്ന ഫോർഫീറ്റ് ചെയ്യണം. ഫോർഫീറ്റ് ചെയ്യുന്ന എൻട്രി എന്ത് വരിക? ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 2000. അതായത് എങ്ങനെ ഈ 2000 വരുന്നത്? 40 ഷെയർസ് 50 രൂപ, എത്ര? 2000. ഇനി ഷെയർ ഫോർഫീറ്റ് എത്ര രൂപ നമുക്ക് കിട്ടി? ഷെയർ ഫോർഫീറ്റ് 30 രൂപ നമുക്ക് കിട്ടി. എത്ര ഷെയർസിന്? 40 ഷെയർസിന്. അങ്ങനെ 1200. പിന്നെ ബാക്കി ഫൈനൽ കോളിൽ കിട്ടാത്ത എമൗണ്ട്സ് ഉണ്ടാവും. 20 രൂപ ഫൈനൽ കോൾ കിട്ടിയില്ല. അപ്പോൾ ആ 20 ഇൻറ്റു എത്ര ഷെയർസ് ആണ്? 400 ഷെയർസ്. സോ 800. സോ അങ്ങനെ അത് ക്യാൻസൽ ചെയ്തു. അതാണ് ക്യാൻസൽ ചെയ്തത്. ഇനി റേഷ്യോ ആണ്. നമ്മൾ ഫുള്ള് റേഷ്യോ ചെയ്യുന്നുണ്ടോ? 30 ഷെയർ. എത്ര രൂപക്ക് ഇഷ്യൂ ചെയ്തേ? 40 രൂപ. റേഷ്യോ അറ്റ് 40 per share. സോ അക്കൗണ്ടിൽ എത്ര രൂപ വരും? 30 ഇൻറ്റു 40. 30 ഷെയറിന് 40 രൂപ വെച്ച് 1200 രൂപ വരും. ഇനി അപ്പൊ ഇവിടെ ആക്ച്വലി ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. എത്ര ഡിസ്കൗണ്ട് കൊടുത്തേ? അതായത് 50 രൂപയുടെ ഷെയർ ആണ് 40 രൂപക്ക് കൊടുത്തത്. 10 രൂപ ഡിസ്കൗണ്ടാണ്. അപ്പോൾ 10 ഇൻറ്റു എത്ര ഷെയർസ്? 30 ഷെയർസ്, 300 രൂപ ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് എമൗണ്ട് എവിടെ നിന്ന് എടുക്കണം? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് എടുക്കണം. കാരണം ഷെയർ ഫോർഫീച്ചറിൽ 1200 രൂപ ഉണ്ട്. അപ്പോൾ 300 കൊടുക്കാം. സോ 300 കൊടുത്തു. എന്നിട്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് 1500 ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അതായത് 50 രൂപ വെച്ചിട്ട് 30 ഷെയർ, അങ്ങനെ 1500 ട്രാൻസ്ഫർ. ഇനി ഇവിടെ പ്രശ്നം എവിടെയെന്ന് അറിയാം. ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ ആക്ച്വലി എത്ര ഉണ്ടായിരുന്നു? 1200 രൂപ എന്തുണ്ടായിരുന്നു? 40 ഷെയർസിന്റെ ഫോർഫീറ്റ് ചെയ്ത എമൗണ്ട് 1200 ഇതുണ്ടായിരുന്നു. എന്നോട് വർക്കിംഗ് നോട്ട്സ് ഉണ്ട് അല്ല. 40 രൂപക്ക് എത്ര? 1200 എന്തുണ്ടായിരുന്നു? റീഇഷ്യൂ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് നമുക്ക് ലാഭമാണ്. ഈ 40 ഷെയറിന് 1200 ഇതിന്റെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇത് 30 ഷെയർസിനല്ല റീഇഷ്യൂ ചെയ്തത്. അപ്പൊ ഈ 30 രൂപയുടെ, അതായത് 40 രൂപ 1200 റീഇഷ്യൂ ചെയ്തപ്പോണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് എത്ര രൂപ ഇവിടെ കിട്ടിയത്? അതായത് ഒരു ഷെയറിന് 30 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. കഴിഞ്ഞത് നമ്മൾ ഫോർഫീറ്റ് ചെയ്തപ്പോൾ, ഇഷ്യൂ ചെയ്തപ്പോൾ 50 രൂപക്ക് വിറ്റത് 40 ഷെയർസ്. പക്ഷേ അതിൽ 20 രൂപ കിട്ടിയില്ല, 30 രൂപ കിട്ടി. അപ്ലിക്കേഷനിൽ 10, അലോട്ട്മെന്റിൽ 20. യെസ്, അപ്പൊ 30 രൂപ വെച്ചു. അപ്പൊ ഈ 30 രൂപ അതായത് ഒരു ഷെയർ 30, അങ്ങനെ 1200 രൂപ നമ്മളെ കയ്യിലുണ്ട്. 300 രൂപ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ 30 ഷെയർസിന് എത്ര ഫോർഫീച്ചറിന്റെ എമൗണ്ട് ഉണ്ടാവും?
30 ഷെയർസിന് 30 × 30, അതായത് ഈ 30 ഷെയർസിന് 900 രൂപ ലാഭം. 40 ഷെയർസിന് 1200, പക്ഷെ 30 ഷെയർസിനാണെങ്കിൽ എത്ര രൂപ ലാഭം? 900. അതിൽ 300 രൂപ എന്തിന് പോയിട്ടുണ്ട്? നമ്മൾ ഡിസ്കൗണ്ട് രണ്ടാമത് ഇഷ്യൂ ചെയ്തത് അത് ഇവിടെ തന്നെ സെറ്റ് ഓഫ് ചെയ്യണം. അപ്പൊ 900 രൂപയിൽ 300 രൂപ എന്തിന് ഡിസ്കൗണ്ട് ചെയ്യണം? ബാക്കി എത്ര രൂപ? 600. ആ 600 മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ഷെയർ ക്യാപിറ്റലിലോട്ട്. മനസ്സിലായോ? അല്ലാതെ 1200 300 ഷെയർ 900 അല്ലാതെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 900. അങ്ങനെ അപ്പൊ ഈ പാർട്ട്ലി നമ്മൾ ഇഷ്യൂ എവിടെ മാത്രം ഡിഫറൻസ് ഉണ്ടാവും? ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് എവിടോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ. മനസ്സിലാവും? അപ്പൊ അത് മാത്രമാണ് ഡിഫറൻസ്. അതേഴ്സ് ആർ കംപ്ലീറ്റ്ലി ഫൈൻ. ഓക്കെ, അതേഴ്സ് ആർ കംപ്ലീറ്റ്ലി. മനസ്സിലാവുന്നു? അപ്പൊ അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തതാണ് ഒരു ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പിടിക്കാം. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കാരണം എന്താ വെച്ചാൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഇപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചുള്ള ഇപ്പൊ ഇഷ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർസ് ആയിട്ടുള്ള റിലേറ്റഡ് ഒക്കെ നമ്മുടെ എക്സാം പോർഷൻ. പക്ഷെ ഡിബഞ്ചർ ആയിട്ടുള്ളത് PMA പോസ്റ്റ്. സോ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ടിക്കറ്റിരുന്നു. എന്താ ഡിബഞ്ചേഴ്സ്? ഈ ഷെയർസ് പറഞ്ഞ ആരാ ആക്ച്വലി? അത് നമ്മള് മുതലാളിമാരാ അല്ലെ? ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഇനി നമ്മൾ ഇപ്പോ സാധാരണ നമ്മൾ ലോണൊക്കെ എടുക്കുന്ന ബാങ്ക്. ഇനി ഈ ഷെയർ പോലെ ലോൺ പബ്ലിക്കിന്റെ ഷെയർസ് ആരാ സബ്സ്ക്രൈബ് ചെയ്യുന്നത്? പബ്ലിക്. അതുപോലെ തന്നെ പബ്ലിക്കിന്റെ ഒക്കെ നമ്മൾ ലോൺ മേടിക്കുന്നതാണ് ആക്ച്വലി ഡിബഞ്ചർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാം എന്തൊക്കെ ഡിസ്കസ് ചെയ്യാം. Check the meaning of types of debentures. എന്തൊക്കെ ടൈപ്പ് ഡിബഞ്ചേഴ്സ് ആണുള്ളത്? ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഇറ്റ്സ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. എങ്ങനെയാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് വരുന്നത്. എക്സ്പ്ലെയിൻ ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കൊളാറ്ററൽ സെക്യൂരിറ്റി. അതുപോലെ തന്നെ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് എങ്ങനെയാണ് ഡിബഞ്ചർ ഉള്ളത്. പിന്നെ എക്സ്പ്ലെയിൻ റിട്ടേൺ ഓഫ് ഡിസ്കൗണ്ട് ലോസ് ഡിബഞ്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. എങ്ങനെയാണ് അതിന്റെ റിട്ടേൺ ഓഫ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ലോസ് ഓഫ് ഇഷ്യൂ. ഇതുപോലെ തന്നെ ഈ ഷെയറിന്റെ ഒരു കുറെ പോലെ തന്നെയാണ് എന്ത് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ്, അത് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നട്ടേർത്ത് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയും. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒരു സെമിനാറൊക്കെ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ല അസൈൻമെന്റ് ഒക്കെ ഉണ്ടല്ലോ, അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങളിത് പരിചയപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ്, എന്താണ് ഡിബഞ്ചർ? ഡിബഞ്ചർ ഈസ് എ യൂണിറ്റ് ഓഫ് എ ലോ. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റലിന്റെ ഒരു യൂണിറ്റ് ആണ് എന്ത്, ഷെയർ. പക്ഷെ അത് ലോണ് ഇപ്പൊ നമുക്കൊരു ഞാൻ എന്ത് ചെയ്യും, എനിക്ക് 1 കോടി ലോൺ വേണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 10 ലക്ഷം എനിക്ക് ലോൺ വേണമെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്യുന്ന ഒരാടാ 10 ലക്ഷം, അല്ലെങ്കിൽ വേണ്ട ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം എനിക്ക് ലോൺ. എനിക്ക് ഒന്നല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് എടുക്കാം, ബാങ്കിൽ നിന്ന് എടുക്കാം. പക്ഷെ ബാങ്കിൽ നിന്ന് മേടിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബാങ്ക് ചിലപ്പോൾ തരൂലെന്ന് വിചാരിച്ചു. ബാങ്കിൽ ചിലപ്പോൾ ഇത് തരാൻ പൈസ ഉണ്ടാവില്ല. 1 ലക്ഷമല്ല, കമ്പനികൾക്ക് പറഞ്ഞാൽ കോടികളാണ്, 4000 കോടി 5000 കോടി കുറെ പൈസ. സോ കമ്പനിക്ക് ചിലപ്പോൾ തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാങ്കിനൊന്നും തരാൻ പറ്റാത്ത വലിയ എമൗണ്ട് ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, 1 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര, 1000, 100, 1000 ആണ് എന്ത് 1 ലക്ഷം. ഞാൻ എന്ത് ചെയ്യുന്നവരടാ 1000 ആളുകളെ തന്നെ 100 രൂപ മേടിക്കും. എന്നിട്ട് അപ്പൊ എന്താ ഉണ്ടാവുക, എനിക്ക് 1 ലക്ഷം കിട്ടൂലേ, കിട്ടിയാലും പോരെ. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കൂലേ. മറ്റേത് നമ്മൾ 100 രൂപക്ക് മേടിച്ചിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കൊടുക്കും. എന്തിനാണ് പിന്നെ അവർ ഡിബഞ്ചേഴ്സിന്റെ ഇത് മേടിക്കുന്നത്? അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് പറയും, സപ്പോസ് 7% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 100 രൂപയുടെ ഒരു ഡിബഞ്ചർ മേടിച്ചാൽ അവർക്ക് 7 രൂപ ഒരു കൊല്ലം. അതിന് വേണ്ടിയിട്ടാണ് ഡിബഞ്ചേഴ്സ് വേണ്ടി. മനസ്സിലാവുന്നുണ്ട്?
പലതരം ഡിബെഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഡിബെഞ്ചർ എന്തിനാണ് മേടിച്ചെന്ന് വെച്ചാൽ ഡിബെഞ്ചർ എന്നാണ്, അതായത് ഈ ലോൺ പബ്ലിക്കിലേക്ക് എന്ന് പറയുന്ന ഒരു ഡിബെഞ്ചർ. പലതരം ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ള ഡിബെഞ്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാം. ഡിബെഞ്ചേഴ്സ് നോക്കടാ പലതരം ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി, സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് ഉണ്ട്, അൺസെക്യൂർഡ് ഡിബെഞ്ചേഴ്സ്. ഇപ്പോൾ സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ സേഫ്റ്റി ആയിരിക്കും, അതായത് പൈസ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഹൈലി കൂടുതലാണ്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ നമുക്ക് പറയാം, ലോൺ എടുക്കുമ്പോൾ നമ്മൾ സെക്യൂർഡ് ലോൺസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടാണ് ലോൺ കിട്ടുന്നത്, അതിന് സെക്യൂർഡ് ലോണൊന്നും സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ, അതായത് ഇപ്പോൾ നമ്മൾ ആധാരമൊക്കെ കൊണ്ടായിട്ട് വെച്ചെടുക്കുന്നത് അതെന്ത് ലോൺസ്, സെക്യൂർഡ് ലോൺസ് ആണ്. ആധാരമൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു ബാങ്ക് ഒരു ലോൺ തരാറുണ്ട്, പേഴ്സണൽ ലോൺസ് എന്ന് പറയും, അതാണ് അൺസെക്യൂർഡ് ലോൺ. അപ്പോൾ സെക്യൂർഡ് ലോൺസ് എന്ന് പറയുന്നത് അതാണ് ഒന്നുകൂടെ എന്ത് സേഫ്റ്റി, അൺസെക്യൂർഡ് ലെസ് സേഫ്റ്റി. പിന്നെ റിഡംഷൻ, ചിലത് റെഡീമബിൾ ഉണ്ട്, ചിലത് അൺറെഡീമബിൾ. റെഡീമബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം ചിലപ്പോൾ ഇത് ഒരു 10 കൊല്ലത്തിനായിരിക്കും ഇങ്ങനെ കടം മേടിക്കും. ഇപ്പോൾ 100 രൂപ നിങ്ങളേക്ക് മേടിക്കുന്നു, നിങ്ങൾക്ക് എന്താ പറയുക അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയറുന്നു, ഓക്കെ, ഡിബെഞ്ചർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ സപ്പോസ് എനിക്ക് 7% ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം 7 രൂപ 7 വെച്ച് ഇൻട്രസ്റ്റ്. ഇനി അവസാനം 20 കൊല്ലത്തിനായിരുന്നു പറഞ്ഞിട്ടുണ്ടായി, 20 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ആ കൊടുത്ത 100 രൂപ ഉണ്ടല്ലോ അത് തിരിച്ചു കിട്ടും. അതിനാണ് റെഡീം ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുത്ത പൈസ തിരിച്ച് ഫുള്ളായിട്ട് തരുന്ന റെഡീം. അങ്ങനെ റെഡീം ചെയ്യുന്ന ലോൺസും ഉണ്ട്, ഇറഡീമബിളും ഉണ്ട്. റെഡീമബിൾ കാലാകാലം എന്ത് ചെയ്യും, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിനെ ഇറഡീമബിൾ എന്താ പറയുക ഡിബെഞ്ചേഴ്സ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി റെക്കോർഡ്സിന്റെ പേര് രജിസ്റ്റേർഡ് ഉണ്ട്, ബെയററും ഉണ്ട്. ഓക്കെ, രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്സ് ഉണ്ട്, ബെയറർ ഡോക്യുമെന്റ്സ്. ഇപ്പോൾ സപ്പോസ് പൈസ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ഉണ്ട്, ബെയറർ ഡോക്യുമെന്റ്, അതായത് ആരടുത്താണോ ആ ഡോക്യുമെന്റ് ഉള്ളത് അയാളാണ് ആയിട്ട് ഓണം. പക്ഷെ സപ്പോസ് ഒരു RC, ഒരു കമ്പനി എന്താ പറയുക ഒരു വെഹിക്കിളിന്റെ RC എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്, അത് ആരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അയാളുടെയാണ്. സപ്പോസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ RC വേറൊരാളുടെ സാധനം നമുക്ക് കിട്ടിയിട്ട് വല്ല കാര്യം ഇല്ല, കാരണം അതെന്താണ് രജിസ്റ്റേർഡ് സാധനം. രജിസ്റ്റർ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അയാളുടെയാണ്. അപ്പോൾ ബെയറർ എന്ന് പറഞ്ഞാൽ ആരാണ് അത് കൊണ്ടുനടക്കുന്നത് അയാളുടേതാണ്. ഇനി കൺവേർട്ടബിലിറ്റി ചില ഡിബെഞ്ചേഴ്സ് കൺവേർട്ടബിൾ ആയിരിക്കും. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ആ ഡിബെഞ്ചർ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും അറിയാം, അത് ഇക്വിറ്റി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി തരും. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ കമ്പനിയെ തീരുമാനിക്കുക, അത് കൺവേർട്ട് ചെയ്യണോ കൺവേർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ തരും. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ കൺവേർട്ടബിൾ ചെയ്യും, കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്. കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ അതിന് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സും അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് പറയും. ഓക്കെ, ഇനി പ്രയോറിറ്റി. ഇനി അതിൻ്റെ മുകളിൽ പ്രയോറിറ്റിയുടെ ബേസിൽ ഫസ്റ്റ് ഡിബെഞ്ചേഴ്സിനും സെക്കൻഡ് ഡിബെഞ്ചേഴ്സിനൊക്കെ പ്രയോറിറ്റി ഓഫ് പേയ്മെന്റ്സിന്റെ കാര്യം. ഇതാണ് ഈ താഴെ പറഞ്ഞുള്ള 3 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തന്നു, നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വായിച്ചു. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കൂടിയാണ് ഈ ഡിബെഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഈ ഡിബെഞ്ചേഴ്സും നമ്മൾ അപ്ലിക്കേഷൻ, നമ്മൾ ഷെയർസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് ഏകദേശം അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യും. നമ്മുടെ അപ്ലിക്കേഷൻ മണി ആയിട്ടും അതുപോലെ തന്നെ അലോട്ട്മെന്റ് മണി ആയിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് പല പല എൻട്രീസ്. സോ ഷെയർസ് ഉള്ള പോലെ തന്നെ നമ്മൾ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ അലോട്ട്മെന്റ് ബാങ്കിലുണ്ടോ. പിന്നെ ഡിബെഞ്ചേഴ്സിന്റെ എപ്പോഴും ഡിബെഞ്ചേഴ്സിന്റെ കൂടെ ഒരു പെർസെൻറ്റേജ് ആണ്. ഇവിടെ നോക്കട്ടെ, ഇവിടെ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് 8% ഡിബെഞ്ചർ. അപ്പോൾ ഈ 8% ഡിബെഞ്ചേഴ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം, അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിന് 8% കൊടുക്കും. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 100 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 രൂപ ഇതിന് ഇൻട്രസ്റ്റ് കിട്ടുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഡിബെഞ്ചേഴ്സ് ആണ് ഷെയറിന് മുമ്പിൽ ഒരിക്കലും അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവില്ല. പ്രിഫറൻസ് ഷെയർസ് നമ്മൾ പറഞ്ഞു, പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രിഫറൻസ് ഷെയർസിന്റെ മുമ്പിലും ഇതേപോലെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. അതിനർത്ഥം അത്രയും ഇത് എന്ന് പറയുന്നത് മേ ബി അഷുറൻസ് ഉണ്ടാവും എന്നുള്ള പറയാം, അല്ലെങ്കിൽ അത്രയെങ്കിലും പ്രോഫിറ്റ് അവർക്ക് അതിന് കിട്ടും. ഈ പ്രിഫറൻസ് ഷെയർസും ഡിബെഞ്ചറും ഏകദേശമൊക്കെ കുറേ കാര്യത്തിൽ സെയിം. അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ എക്സാമിന്റെ പോർഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാന്നുള്ളത് എൻ്റെ
ഇവിടെയും നോക്കടാ അണ്ടർ സബ്സ്ക്രിപ്ഷനും ഓവർ സബ്സ്ക്രിപ്ഷനും ഒക്കെ വരാം. ഇവിടെയും തന്നെടാ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടും ഇഷ്യൂഡ് അറ്റ് പാറും ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ഒക്കെ ഇവിടെയും പോസിബിൾ ആണ്. പക്ഷേ ഇൻട്രസ്റ്റ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫേസ് വാല്യൂൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കുറേ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്. എക്സാമിൻ്റെ ബേസിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു പോവാം. ഇനി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് എ കൊളാറ്ററൽ സെക്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ബാങ്കിലേക്കൊന്ന് നമുക്കൊരു ലോൺ വേണമെന്ന് വിചാരിച്ചു. നമ്മളാണ് ബിസിനസ് അല്ലെങ്കിൽ നമ്മളാണ് കമ്പനി. നമ്മൾ ബാങ്കിലേക്കൊന്ന് നമുക്കൊരു 10 കോടി ലോൺ വേണമെന്ന് വിചാരിച്ചു. നമ്മളടുത്ത് കുറച്ച് ലാൻഡൊക്കെ ഉണ്ട്. നമ്മൾ ആ ലാൻഡൊക്കെ കൊണ്ടുപോയി പണയം വെച്ചു. ബാങ്കിൻ്റെ അടുത്ത് കൊടുത്തു. ബാങ്ക് പറഞ്ഞു മുടിയാതെ എന്ത് ലോണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. അവർ പറഞ്ഞു എന്തുകൊണ്ട് തരാൻ പറ്റാത്ത ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു നിങ്ങളുടെ സെക്യൂരിറ്റി ഇപ്പോൾ ഈ ലാൻഡൊക്കെ നിങ്ങൾ തന്നു, പക്ഷേ ഇതൊന്നും ഒരു 10 കോടിക്കുള്ള ലാൻഡൊന്നുമില്ല. ഞങ്ങൾക്ക് കുറച്ച് ഫിയർ ഉണ്ട്, പക്ഷേ സെക്യൂരിറ്റി സ്ട്രോങ് അല്ല. ഞാൻ പറഞ്ഞു ഞങ്ങളൊരു സെക്യൂരിറ്റി ഡീൽ തരാം. നമ്മൾ അപ്പോൾ കുറച്ച് ഡിബഞ്ചർ എന്നിട്ട് ഇപ്പം എത്ര 10 കോടിയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ. കാരണം ഈ 10 കോടി ഡിബഞ്ചർ അങ്ങനെ ഇത് കാരണം വെറുതെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ട് കൊടുത്തിട്ട് ഇത് നിങ്ങൾ അവിടെ ഞങ്ങൾ പൈസ തരുമ്പോൾ നമുക്ക് തിരിച്ചു നോക്കാം. അങ്ങനെ ഒരു സെക്യൂരിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിബഞ്ചേഴ്സിന് ഉപയോഗിക്കും. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ എൻട്രീസ് എങ്ങനെ വരിക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്സൊക്കെ വീണ്ടും നമ്മൾ പഠിപ്പിക്കും. ഈ ഡിസ്കൗണ്ടിന് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ ആണെങ്കിലും ഡിസ്കൗണ്ടിന് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് നഷ്ടം തന്നെ ആയിരിക്കും. അതൊരു എക്സ്പെൻസ് ആയിരിക്കും നമുക്ക്. സോ അതോടുകൂടെ ഈ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ അവസാനിപ്പിക്കും. അതോടുകൂടെ നമ്മൾ ശരിക്കും കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് യൂണിറ്റ്സ് നമ്മൾ ഇതിൽ ആൾറെഡി ഡിസ്കസ് ചെയ്തു. അതോടുകൂടെ നിങ്ങളെ ശരിക്കും മൊഡ്യൂൾ 2 കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ മൊഡ്യൂൾ 2 നിങ്ങളുടെ കഴിഞ്ഞു. സോ അപ്പോൾ അത്രയും നമ്മൾ കുറേ കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ചാപ്റ്റർ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ അതോടുകൂടെ നമ്മുടെ പോർഷൻസ് ഒക്കെ വിൽ ബി കവർ ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പനീനെ പറ്റി ഇപ്പോൾ ഇതോടുകൂടെ ഡിബഞ്ചർ വേണ്ട, ബാക്കി ഷെയർസ് കമ്പനീനെ പറ്റി നിങ്ങളൊരു ശരിക്കും ഈ ഒരു +2 NS കോഴ്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ കമ്പനി എന്താണ്, കമ്പനിയുടെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പിന്നീട് ഡിഗ്രിക്ക് പഠിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് അത് കൂടുതൽ യൂസ്ഫുൾ ആവും. ജസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു +2 പഠിച്ച് ഇതിനുപരിയായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്കില്ല് പഠിച്ച് അതിലൂടെ ഒരു ജോബിലോട്ട് എത്തുക എന്നുള്ളതാണ് പ്രധാനം. അല്ലേ? അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ഇപ്പോൾ ഈ ഒരു കമ്പനി അക്കൗണ്ട്സ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ഇതുകൂടെ നമ്മുടെ എൻഡേഴ്സ് എന്ന് പറയുന്ന കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, നന്നായിട്ട് പഠിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ, അടുത്തൊരു ക്ലാസ്സിലിട്ട് നമുക്ക് കാണാം.